ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. യെശയ്യായുടെ പുസ്തകം 56 അധ്യായം 4-5 വാക്യങ്ങളിൽ ഷണ്ഡന്മാർക്ക് പുത്രിപുത്രന്മാർക്കുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ സ്മാരകവും നാമവും നൽകും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? അതൊന്ന് വിശദീകരിക്കാമോ? യെശയ്യാ 56:4-5 ആ തിരുവചനം ഇങ്ങനെയാണ്: യാഹ്വേ അരുളി ചെയ്യുന്നു, എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ എൻ്റെ മതിലകങ്ങളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്മാരകവും നാമവും കൊടുക്കും. ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് നൽകും. യെശയ്യാ 56 എന്ന് പറഞ്ഞാൽ 3-ാം യെശയ്യാ എന്ന് വേദശാസ്ത്രികൾ വിളിക്കുന്ന ഭാഗമാണ്. അത് എഴുതപ്പെട്ടത് 556 യഹൂദന്മാർ ബാബിലോണിക്ക് നാട് കടത്തപ്പെട്ടു. 537 ഏതാണ്ട് 50 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരിൽ കുറേ പേര് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം യെറൂസലേമിൽ വെച്ച് ഉണ്ടായ അരുളപ്പാടുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഈ 3-ാം യെശയ്യാ എന്ന് പറയുന്നത്. അതായത് BC 537 ശേഷം. അപ്പോൾ 56-ാമത്തെ അധ്യായം 1 മുതൽ 66-ാമത്തെ അധ്യായം വരെ, അവസാനത്തെ അധ്യായം വരെ, അത്രയും അധ്യായങ്ങളിലുള്ളത് 3-ാം യെശയ്യാ എന്ന് പറയുന്ന BC 537 ശേഷം എഴുതപ്പെട്ടത്, യെറൂസലേമിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. അതിന് മുമ്പുള്ളത് 40 മുതൽ 55 വരെ അധ്യായങ്ങൾ ബാബിലോണിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. 2-ാം യെശയ്യാ എന്ന് പറയും. അതിന് മുമ്പുള്ളത് 1 മുതൽ 39 അധ്യായങ്ങൾ ഈ 8-ാം നൂറ്റാണ്ടിൽ യെറൂസലേം വെച്ച് എഴുതപ്പെട്ടതാണ്. അപ്പോൾ യെശയ്യായുടെ സ്കൂള്, കലാലയം എന്ന് പറയുന്ന ഒരു കലാലയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഈ യെറൂസലേമിലെ യെശയ്യാ. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരിക്കണം ഈ 2-ാം യെശയ്യാ എന്ന് പറയുന്ന ബാബിലോൺ പ്രവാസകാലത്ത്. ആ സ്കൂളിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ഈ 3-ാം യെശയ്യാ എന്ന് പറയുന്നത്. എല്ലാവരും ഒരേ യെശയ്യായുടെ കലാലയത്തിലെ ആളുകളായതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് യെശയ്യാ എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. 3 ആളുകളാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ BC 537 പ്രവാസികൾ കുറേ പേര് തിരിച്ചു വന്നു. എന്നിട്ട് അവർ ദേവാലയത്തിന്, ഈ സോളമൻ്റെ ദേവാലയമൊക്കെ അവർ നശിപ്പിച്ചായിരുന്നു ബാബിലോണിക്കാർ. അത് പുതുക്കി പണിയാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പോൾ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ചരിത്രത്തിൽ വരാനിരുന്നതും ദൈവം തരാനിരുന്നതുമായ രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇവിടെ കാണുന്നത്. ബാബിലോണിലെ യഹൂദ പ്രവാസികളെയോ പിന്നെ ജെറൂസലേം മുമ്പത്തെ ആളുകളെ ഒന്നും അല്ല ഇവിടെ പ്രവാചകൻ അഭിസംബോധന ചെയ്യുന്നത്. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാരാണ് ശ്രോതാക്കൾ. രാജ്യം അവർ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു. തിരിച്ചെത്തിയ പ്രവാസികൾ വലിയ പ്രതീക്ഷകൾ ഇങ്ങനെ നാമ്പിട്ട് നിൽക്കുന്നു. എന്നാൽ പ്രായോഗികമായി ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിട്ടു. ഇങ്ങനെ പ്രവാസത്തിൽ പോകാത്ത ആളുകൾ ഇവർ എതിർക്കാൻ തുടങ്ങി. വളരെ ഞെരുക്കത്തിലാണ്, സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ്. അപ്പോൾ ജീവിക്കാൻ തന്നെ കഷ്ടപ്പാട്. അപ്പോൾ പള്ളി പണിയണോ, ഈ ദേവാലയം പണിയണോ? ദേവാലയം പണിയുന്നത് ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടിയല്ല, ഒരു ഐക്യത ഉണ്ടാക്കാനുള്ള ഒരു ബാഹ്യ ലക്ഷണം കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒന്നിപ്പിക്കുന്ന ബാഹ്യമായൊരു സംഗതി വേണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ അനൈക്യം വരും. സീറോ മലബാർ സഭയിൽ നമുക്കങ്ങനെ ബാഹ്യമായ ഒരു കോമൺ എലമെൻ്റ് ഇല്ല എന്നുള്ളത് ഒരു അനൈക്യത്തിന് കാരണമാണ്. അപ്പോൾ ദേവാലയം നിർമ്മിക്കുന്നത്, അതിൽ ചേരുമ്പോൾ അവരെല്ലാവരും കൂടി അവർ മനസ്സുകൊണ്ട് ഐക്യമുണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊട്ടാരം പണിയുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം. പിന്നെ അതിന് വേറെ ദൈവശാസ്ത്രപരമായ മറ്റനേകം ലക്ഷ്യങ്ങളുണ്ട്. സത്യവിശ്വാസർ കൂറു പുലർത്തണം എന്ന് വാദിക്കുന്ന ഒരു ചെറു വിഭാഗമുണ്ട്. ദേവാലയം പണിയൊന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്നവർ. ഭൂരിപക്ഷത്തോട് സമരസപ്പെട്ടു പോകുന്ന വേറൊരു കൂട്ടരുണ്ട്. പിന്നെ ദേവാലയം വേണമെന്ന് വാദിക്കുന്നവർ. ഇങ്ങനെ പല തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെയാണ് ഈ യെശയ്യാ പ്രവചനങ്ങൾ നൽകുന്നത്. പ്രധാനമായും ഈ ഷണ്ഡന്മാരെ കുറിച്ച് പറയുമ്പോൾ, മുൻപ് ഉടമ്പടിക്ക് പുറത്ത് നിർത്തിയിരുന്ന ആളുകളാണ് ഈ ഷണ്ഡന്മാർ. ഇപ്പോൾ കർത്താവ് അവരെ സ്വീകരിക്കുന്നു. അതായത് പുതിയ തരത്തിൽ, പുതിയ രക്ഷയുടെ പുതുമയാണ് യെശയ്യാ അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽക്കാരുമായി വംശാവലി ബന്ധമില്ലാത്ത വിദേശികളെയും വിജാതിരെയും ഇപ്പോൾ കർത്താവ് സ്വീകരിക്കുകയാണ്. പണ്ട് വരിയുടയ്ക്കപ്പെട്ടവർ, അതായത് ഷണ്ഡന്മാർ, 3 തരത്തിൽ ഷണ്ഡന്മാരുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ. ജന്മന ഷണ്ഡന്മാർ, ജനിച്ചപ്പോൾ തന്നെ ദൈവം ഷണ്ഡന്മാരൊക്കെ ജനിപ്പിച്ചത്. പിന്നെ മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവർ, അതായത് പണ്ട് കാലത്ത് ഒരു രാജകൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായി നിയമിക്കുമ്പോൾ അവരുടെ വരിയുടച്ചിരുന്നു. നമ്മൾ നായ്ക്കളൊക്കെ വരിയുടയ്ക്കുന്ന പോലെ വരിയുടച്ചിരുന്നു. കാരണം അല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിലെ പെൺകുട്ടികളെല്ലാം ഗർഭിണികളാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ വരിയുടച്ചിട്ടാണ് ഉദ്യോഗത്തിൽ കയറ്റിയിരുന്നത്. ഹീബ്രു ഭാഷയിൽ ഷണ്ഡനും ഉദ്യോഗസ്ഥനും
ഒരേ വാക്കേ ഉള്ളൂ. ഷണ്ടനും ഉദ്യോഗസ്ഥനും ഒറ്റ വാക്കേ ഉള്ളൂ. കാരണം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഷണ്ടന്മാരാക്കിയിട്ടാണ് ഉദ്യോഗത്തിൽ വെച്ച് നിയമിച്ചിരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ മക്കൾ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവർ, വരിയുടയ്ക്കപ്പെട്ടവർ, അവരെ വീര്യം നശിച്ചവർ, ഷണ്ടന്മാർ, അവരെയൊക്കെ പണ്ട് കാലത്ത് അവരെയൊന്നും ദേവാലയത്തിൽ കയറ്റിയിരുന്നില്ല. ഇപ്പം യെശയ്യാ പറയുന്ന അവരൊക്കെ കയറ്റും. കർത്താവ് പുതിയ തരത്തിലാണ് രക്ഷ നൽകുന്നത്. ഇപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ, ഉടമ്പടി പാലിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ ശാരീരിക ന്യൂനതയൊന്നും ഉടമ്പടിയിൽ പ്രവേശിക്കാൻ തടസ്സമല്ല ഈ രക്ഷയുടെ പുതുമയിൽ. ഇതാണ് യെശയ്യാ പറയുന്നത്. അതായത് മോശ നൽകിയ പ്രമാണങ്ങളെ അതിശയിക്കുന്നൊരു നീതിയാണ് യെശയ്യാ അവതരിപ്പിക്കുന്നത്. മോശ നൽകിയൊരു ന്യായപ്രമാണമുണ്ട്, അതിനെ അതിശയിക്കുന്ന ഒരു നീതിയാണ് യെശയ്യാ അവതരിപ്പിക്കുന്നത്. കാരണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഷണ്ടന്മാർക്കും വിദേശികൾക്കും ഇസ്രായേലിന്റെ ആരാധന സമൂഹത്തിൽ പ്രവേശനമില്ല. നിയമാവർത്തന പുസ്തകം 23:1-6. പ്രവാസത്തിന് ശേഷമുള്ള യഹൂദ സമുദായത്തിലും ഈ നിയമം ബാധകമായിരുന്നു. അതിനാൽ യെശയ്യാ സൂചിപ്പിക്കുന്ന സാർവത്രിക രക്ഷയുടെ സമയം വരാനിരിക്കുന്ന മിശിഹാരാജാവിന്റെ വാഴ്ചയുടെ കാലയളവാണ്. യെശയ്യായുടെ കാലത്ത് മോശയുടെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. പക്ഷെ യെശയ്യാ പറയുന്നത് തൻ്റെ കാലത്തെ കാര്യങ്ങളല്ല, വരാനിരിക്കുന്ന മിശിഹാരാജാവിന്റെ കാലയളവിലെ കാര്യങ്ങളാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 26:91 മുതൽ 26:93 വരെയും 26:96 നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആ കാലയളവിൽ, മിശിഹായുടെ കാലയളവിൽ ദൈവരാജ്യത്തിലും ദൈവാലയത്തിലും ഷണ്ടന്മാർക്ക് പ്രവേശനമുണ്ട് എന്നാണ്, അവർക്ക് സ്മാരകമുണ്ട്, എന്നുവെച്ചാൽ സവിശേഷ സ്ഥാനമുണ്ടെന്നാണ് യെശയ്യാ പ്രവചിക്കുന്നത്. ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഷണ്ടന്മാര് ജീവന്റെ നാഥനായ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കുന്നത് അഭംഗിയായി വിലയിരുത്തിയത് കൊണ്ടാണ് മോശെ അവരെ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ലേവ്യരുടെ ഗ്രന്ഥം 22-24, നിയമാവർത്തന ഗ്രന്ഥം 23:2. പക്ഷെ അത് റദ്ദ് ചെയ്യുകയാണ് യെശയ്യാ. മാത്രമല്ല, വേറൊരു ചരിത്രപരമായ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ. ബാബിലോണില് രാജകൊട്ടാരത്തിൽ അവിടെ ചില ഇസ്രായേൽക്കാരൊക്കെ ജോലിക്ക് പോയിരുന്നു. അവരെല്ലാം ഇതുപോലെ രാജാവ് ഷണ്ടന്മാരാക്കി, വരി ഉടച്ച് കളഞ്ഞിട്ട് ഉദ്യോഗത്തിൽ നിയമിച്ചത്. അപ്പോൾ ചില ഇസ്രായേൽക്കാരും ഷണ്ടന്മാരാക്കപ്പെട്ടിരുന്നു. ഇത് യെശയ്യാ മനസ്സിലാക്കുന്നു. യെശയ്യാ 39:7 കാണാം ആ സൂചന. അത് ചരിത്രം. എന്നാൽ ചരിത്രത്തെ കവച്ചു വെക്കുന്ന വചനമാണ് സത്യവേദം എന്ന് പറഞ്ഞ ബൈബിള്. അതുകൊണ്ടാണല്ലോ അതിനെ ദൈവവചനം എന്ന് വിളിക്കുന്നത്. അതിനാൽ ഷണ്ടത്വത്തിന് ചരിത്രത്തിന് അതീതമായ അർത്ഥമുണ്ട്. ചരിത്രം മാത്രമല്ല, ചരിത്രത്തിന് അതീതമായ ഒരു അർത്ഥമുണ്ട്. പുതിയ ഉടമ്പടിയുടെ സവിശേഷതയാണ് ഷണ്ടത്വം സ്വീകരിക്കെന്ന് പറഞ്ഞാൽ. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിദേശിയുമായിരുന്ന ഷണ്ടൻ യെശയ്യായുടെ വചനം സ്വീകരിക്കുകയും ക്രിസ്തുധർമ്മത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടുകയും ചെയ്തതോടെ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 8-ാമത്തെ അധ്യായം 26-40. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വിദേശിയുമായിരുന്നു, ഷണ്ടനുമായിരുന്നു. അവൻ യെശയ്യായുടെ വചനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 8-ാമത്തെ അധ്യായം. അവൻ ക്രിസ്തുധർമ്മം സ്വീകരിച്ചു, മാമോദിസം സ്വീകരിച്ചു. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിക്കുന്നവരുണ്ടെന്ന് യേശു പ്രഖ്യാപിച്ചതും യെശയ്യായുടെ തിരുവചനത്തിലേക്ക് കൈചൂട്ടിക്കൊണ്ടാണ്. മത്തായി 19:12. അപ്പോൾ ഷണ്ടനെ ക്രിസ്തുധർമ്മത്തിൽ സ്വീകരിക്കുന്നു. യെശയ്യായുടെ പ്രവചനം അങ്ങനെയാണ് നിറവേറുന്നത്. യേശു പറയാണ് ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിക്കുന്നവരുണ്ട്. അതിനാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. സന്യാസം, ഇപ്പോഴാണെങ്കിൽ വൈദിക വൃത്തി, അതെല്ലാം വൈദിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രഹ്മചര്യം ഉണ്ട്. പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ട്. അപ്പോൾ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിക്കുക. അങ്ങനെ ഷണ്ടത്വം സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് യേശു ക്രിസ്തു. അവൻ കല്യാണം കഴിച്ചില്ല. സ്നാപക യോഹന്നാൻ കല്യാണം കഴിച്ചില്ല. പൗലോസ് ലീഗ കല്യാണം കഴിച്ചില്ല. ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ സ്മാരകമാണ് ഷണ്ടത്വം സ്വീകരിച്ചവർക്ക് പുതിയ ഉടമ്പടിയിലുള്ളത്. പഴയ ഉടമ്പടിയിൽ അവരെ ദേവാലയത്തിൽ അകറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ദേവാലയത്തേക്ക് പ്രവേശിപ്പിക്കുക മാത്രമല്ല, അവർക്ക് ഉന്നതമായ സ്ഥാനമാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്? ദൈവരാജ്യത്തെ പ്രതിയാണ് അവർ ഷണ്ടത്വം സ്വീകരിക്കുന്നത്. ദൈവരാജ്യത്തെ പ്രതിയാണ് ഷണ്ടത്വം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ സന്യാസം എന്ന് പറയുന്ന, ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന് വളരെ ഉയർന്ന സ്ഥാനം കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ബ്രഹ്മചാരികളായിരുന്നെങ്കിൽ എന്ന് പൗലോസ് ലീഗ പറയുന്നുണ്ട്. ഈ പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, അങ്ങനെയുള്ള കുറേ കൂട്ടരുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവർ. അവർ പറയും പത്രോസ് കല്യാണം കഴിച്ചതുകൊണ്ട് മെത്രാന്മാരും കല്യാണം കഴിക്കണം. ഈ കുട്ടികളില്ലായ്മയ്ക്ക് അവർ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയണേ. എത്ര വൈദികരും എത്ര മെത്രാന്മാരുണ്ട്? അവർ കല്യാണം കഴിച്ച പ്രശ്നം തീരുമോ? പിന്നെ പത്രോസിനെ അനുകരിക്കാനാണോ കർത്താവിനെ അനുകരിക്കാനാണോ കർത്താവ് പറഞ്ഞത്? ബ്രഹ്മചാരിയായ ഈശോയെ അനുകരിക്കാനാണോ കല്യാണം കഴിച്ച പത്രോസിനെ അനുകരിക്കാനാണോ പറഞ്ഞത്?
തീർന്നില്ല. ഇല്ല, അവർ പറയും ഇല്ലേ, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം മെത്രാൻ എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കണം എന്നല്ല, ഒരുപാട് ഭാര്യമാർ ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഏകഭാര്യത്വം. അത് അക്കാലത്ത്. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ, പരിശുദ്ധാത്മ പ്രചോദനത്താൽ ബ്രഹ്മചാരികളായിരിക്കണമെന്ന് സഭ തീരുമാനിച്ചു. സഭയ്ക്ക് അങ്ങനെ തീരുമാനിക്കാൻ അധികാരമുണ്ട്. ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സഭയുടെ കയ്യിലാണ്. അപ്പൊ അങ്ങനെ തീരുമാനമെടുക്കാൻ സഭയ്ക്ക് അധികാരമുണ്ട്. അപ്പോൾ ഏകഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ മെത്രാനായിരിക്കുന്ന ആൾക്ക് സ്വഭാവശുദ്ധി വേണം, ദുർനടപ്പ് പാടില്ല എന്നാണ് എന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ കല്യാണം കഴിച്ചില്ലെങ്കിൽ മെത്രാനാക്കാൻ പാടില്ല എന്നല്ല. അത് മെത്രാന്മാരായിരിക്കുന്നതിൻ്റെ ഗുണഗണങ്ങളിൽ ഒന്ന് നമ്മൾ വിനയം ഉണ്ടായിരിക്കണം, ദൈവവചന താല്പര്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു ആദർശപൂർണ്ണ സംഗതികൾ പറയുക. നമുക്ക് എല്ലാവർക്കും അത് 100% നമുക്ക് അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈശോയെ അനുഗമിക്കാനാണ് പറയുന്നത്. ഈശോയെ അനുഗമിക്കുക. ഈശോ ബ്രഹ്മചാരിയായിരുന്നു, സ്നാപയോഹനൻ ബ്രഹ്മചാരിയായിരുന്നു, പൗലോസ് ബ്രഹ്മചാരിയായിരുന്നു. എന്നുവെച്ചാൽ ഇവരൊക്കെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ദേവാലയത്തിൽ, സഭയിൽ, സ്വർഗരാജ്യത്തിൽ വലിയ സ്മാരകവും ഉന്നതമായ നാമവും ശാശ്വതമായ സ്മാരകവും അവർക്ക് ഉണ്ടാകും. അപ്പോൾ പഴയ നിയമത്തിൽ ദേവാലയത്തിന് വെളിയിൽ നിർത്തിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പുതിയ ഉടമ്പടിയിൽ ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മചര്യത്തിനും സന്യാസത്തിനൊക്കെ ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം സ്വീകരിക്കുന്നവർക്ക്. അതിന് തെളിവാണ് ഒരു ഷണ്ടനെ ക്രിസ്തുധർമ്മത്തിലേക്ക് സ്വീകരിക്കുന്നത്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാക്കുന്നവർ അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കണമെന്ന് കർത്താവ് ഈശോ മിശിഹാ തന്നെ മത്തായി 19:12 പറഞ്ഞിരിക്കുന്നത്. അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഞാനൊന്ന് പറഞ്ഞതെല്ലാം സമ്മറൈസ് ചെയ്യാം. പണ്ട് പഴയ ഉടമ്പടിയിൽ മോശയുടെ കാലത്ത് ഷണ്ടത്വമുള്ളവർ, അതായത് വരിയുടയ്ക്കപ്പെട്ടവർ, ഏതു തരത്തിലാണെങ്കിലും അവർ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു. അത് ജീവന്റെ നാഥനെ ആരാധിക്കുന്ന ആലയം, ഈ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഷണ്ടന്മാർ പുറത്തു നിൽക്കണം. അതായിരുന്നു അന്നത്തെ ഒരു വ്യവസ്ഥ പഴയ ഉടമ്പടിയിൽ. അത് യെശയ്യാ പറയാണ് അത് റദ്ദ് ചെയ്യാണ്. ആ റദ്ദ് ചെയ്യുന്നത് യെശയ്യായുടെ കാലത്ത് നടപ്പിൽ വരില്ല. കാരണം അന്നും ഈ പറഞ്ഞ നിയമം, മോശയുടെ ന്യായപ്രമാണം നിലവിലുണ്ടായിരുന്നു. യെശയ്യാ പറയുന്നത് ഭാവിയിൽ ഇത് സംഭവിക്കും, മിശിഹാ രാജാവ് വരുമ്പോൾ സംഭവിക്കുമെന്നാണ് യെശയ്യാ പറയുന്നത്. അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്, ചരിത്രപരമായ കാരണം. എന്താണ്? യെശയ്യായ്ക്ക് അറിയാമെന്ന് പല ഇസ്രായേൽക്കാരും ബാബിലോണിൽ രാജകൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ ഷണ്ടന്മാരാകേണ്ടി വന്നു. അവർ വരിയുടച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനൊരു അവസ്ഥയുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് സ്മാരകം ഉണ്ടാകും പുതിയ ഉടമ്പടിയിൽ എന്ന് യെശയ്യാ അവർക്ക് ആശ്വാസം കൊടുക്കുന്നു. യെശയ്യായുടെ വാക്കുകൾ പൂർത്തീകരിക്കുന്നത് പുതിയ ഉടമ്പടിയിലാണ്. അത് യേശുക്രിസ്തു തന്നെ വന്നിട്ടാണ് പറഞ്ഞത്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാകുന്നവരെ വലിയ വെല്ലുവിളി സ്വീകരിക്കുന്നവരാണ്. അവർക്ക് അങ്ങേറ്റം, അത് കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് സ്വർഗരാജ്യത്തിലുള്ളത്, സഭയിലുള്ളത്. അതിനൊരു തെളിവ് കൂടിയാണ് ഈ ഒരു ഷണ്ടൻ. അത് വിദേശിയായിരുന്നു, എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അയാൾ യെശയ്യായുടെ പുസ്തകം വായിച്ചു, അയാൾ ക്രിസ്ത്യാനിയായി. ഷണ്ടനെ ക്രിസ്തുധർമ്മത്തിൽ സ്വീകരിച്ചു. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 8-ാമത്തെ അധ്യായം 26-40. അപ്പോൾ ഈ യെശയ്യാ പറഞ്ഞ ആ ഷണ്ടന്മാർക്ക് ഉന്നതമായ സ്ഥാനം എന്നുള്ളത് അവിടെ സംഭവിക്കുകയും ചെയ്തു. പുതിയ ഉടമ്പടിയിൽ ചോദ്യം ഒന്നാണ്, ദൈവകൽപ്പനകൾ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ തയ്യാറാണോ? ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ശാരീരികമായി ബലഹീനതയും ദുർബലതയൊന്നും അതൊന്നും, അല്ലെങ്കിൽ വികലാംഗത്തോ ഇല്ലേ, അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അവർക്ക് ഉന്നതമായ സ്ഥാനമാണ് സ്വർഗരാജ്യത്തിലും സഭയിലും ഉള്ളത്. ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ, പള്ളിയിലാണെങ്കിലും ഇങ്ങനെ ശരീരത്തിന് ശോഷിച്ചിട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്പെഷ്യൽ സ്ഥലങ്ങളാണ്. നമുക്കിപ്പം എയർപോർട്ടിലാണെങ്കിലും, റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും, ബസ് സ്റ്റോപ്പിലൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ മാന്യമായ സ്ഥാനം കൊടുക്കുകയാണ്. അവരെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതോടുകൂടി ഈ വികലാംഗർക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ, ശാരീരികമായി വൈകല്യമുള്ളവർക്ക് സ്വർഗരാജ്യത്തിലും സഭയിലും സമൂഹത്തിലും, സഭയിലാണ് ആദ്യം സ്ഥാനം കൊടുത്തത്, ഇപ്പോൾ സമൂഹത്തിലും അതിന് മാന്യമായ സ്ഥാനങ്ങളൊക്കെ വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലതായി വരുന്നേ ഉള്ളൂ. അത് പതുക്കെ പതുക്കെ വരും. ചുരുക്കത്തിൽ ഈ ഷണ്ടത്വം പഴയ നിയമത്തിൽ ദേവാലയത്തിൽ മാറ്റി നിർത്തപ്പെടാനുള്ള ഒരു വ്യവസ്ഥയായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ അത് ദൈവരാജ്യത്തിലെ ഉന്നതമായ സ്മാരകം ലഭിക്കുന്ന തരത്തിലുള്ള, ഉന്നതമായ നാമം ലഭിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വം പാലിക്കുന്നത്, എടുക്കുന്നത് എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.